മോഹൻലാലും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാവുന്ന ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം L366ന്റെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. തന്റെ 100ാമത്തെ ചിത്രമാണ് ഇതെന്നൊക്കെ പ്രിയദർശൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അത് കള്ളമാണ്. പ്രിയദർശൻ ഇതുവരെ 99ഓളം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടില്ല. 80ലധികം ചിത്രങ്ങൾ മാത്രമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏതായാലും പ്രിയദർശനും മോഹൻലാലും ഒരുമിക്കുന്നു എന്നുള്ള വാർത്ത മലയാള സിനിമയ്ക്ക് നല്ലത് തന്നെയാണ്. അവർ അവസാനം ഒരുമിച്ച ചിത്രമായ മരക്കാർ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ദുരന്ത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. പ്രിയദർശന്റെ കരിയറിലെ ഏറ്റവും വേഴ്സ്റ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മരക്കാർ എന്നതിൽ സംശയമില്ല. എങ്ങനെയാണ് ആ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് എന്നൊക്കെയുള്ളത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായ കാര്യവുമായിരുന്നു. ഏതായാലും മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും കരിയറിൽ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രമായിരുന്നു മരക്കാർ. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തിയ ചിത്രം വലിയ ദുരന്തമായി ആദ്യ ഷോയ്ക്ക് ശേഷം തന്നെ മാറി. ആരാധകരും പ്രേക്ഷകരും ഒരുപോലെ കൈവിടുകയും വിമർശിക്കുകയും ചെയ്ത ചുരുക്കം മോഹൻലാൽ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു മരക്കാർ. മരക്കാറിന്റെ ക്ഷീണം എന്തായാലും പ്രിയദർശനും മോഹൻലാലും മാറ്റാൻ തന്നെ ഉറച്ചിറങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഏതായാലും അവരുടെ പുതിയ ചിത്രം ഈ വർഷം തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. 2026 അവസാനത്തോടെ ചിത്രീകരണം ആരംഭിച്ച് 2027 ചിത്രം തിയേറ്ററിൽ എത്താനാണ് സാധ്യത. ആശീർവാദ് സിനിമാസിന്റേതായി ഇനി 2 ചിത്രങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ എത്താനുണ്ട്. അതിൽ ഒന്നാമത്തേത് ദൃശ്യം 3യും മറ്റേത് തുടക്കവുമാണ്. ഈ 2 ചിത്രങ്ങളും 2026 തന്നെ തിയേറ്ററിൽ എത്തുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള ചിത്രമായിരിക്കും പ്രിയദർശനും ലാലേട്ടനും ഒരുമിക്കുന്ന ചിത്രം. ഏതായാലും കാത്തിരിക്കാം മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയുടെ പുതിയ ചിത്രത്തിന് വേണ്ടി.